നമസ്കാരം, ഇത് IBN മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന മുഖപ്രസംഗവുമായി കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ മതമൗലികവാദ നിലപാട് ചരിത്രമാകുന്നുവെന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ബില്ലിനെ കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷ എന്ന തലക്കെട്ടോടെയാണ് ദീപികയിൽ വഖഫ് ഭേദഗതി ബില്ലിന് അനുകൂലമായ മുഖപ്രസംഗം. വഖഫ് നിയമ ഭേദഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തിമ തീരുമാനമെടുക്കാൻ സമയമായി. വഖഫ് നിയമം ഇല്ലാതാക്കാനല്ല, കയ്യേറ്റ അനുമതി നൽകുന്നതും ഭരണഘടനാ പരിഹാരം നിഷേധിക്കുന്നതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് മാത്രമാണ്. അത് മുസ്ലിം സമുദായത്തിലെ ഒരാൾക്കും നീതി നിഷേധിക്കുന്നില്ല. വഖഫ് നിയമത്തിന്റെ ഇരകളായ ആയിരക്കണക്കിന് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പൗരന്മാർ നേരിടുന്ന അനീതിക്ക് അറുതി വരുത്തുകയും ചെയ്യുമെന്നാണ് മുഖപ്രസംഗം അഭിപ്രായപ്പെടുന്നത്. വഖഫ് പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയാണെന്നും നിങ്ങൾ പിന്തുണച്ചില്ലെങ്കിൽ ഭേദഗതി പാസ്സായേക്കുമെന്നത് വേറെ കാര്യമാണെന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാരോട് പറയുന്നു. ഇതിനെ പിന്തുണച്ചില്ലെങ്കിൽ നിങ്ങളുടെ മതമൗലികവാദ നിലപാട് ചരിത്രമായിരിക്കുമെന്നും മതേതര തലമുറകളോട് കണക്കു പറയേണ്ട ചരിത്രമെന്നും മുഖപ്രസംഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ അനുകൂലിക്കാൻ CPM കോൺഗ്രസ് പാർട്ടികളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. 1995 വഖഫ് നിയമത്തിലെ 40-ാം അനുച്ഛേദം അനുസരിച്ച് സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് ഇത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയല്ല, വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചു കൊള്ളണം. 40-ാം വകുപ്പിന്റെ ഈ കയ്യേറ്റ സാധ്യത ഉപയോഗിച്ചാണ് 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. മുനമ്പത്തെ ജനത സഹായിക്കാമെന്ന് പറയുന്ന കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച് ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. നിയമത്തിൽ ഭേദഗതി ഉണ്ടായാൽ വഖഫ് പേടിയില്ലാതെ ഈ രാജ്യത്തെ മനുഷ്യർക്ക് സമാധാനമായി ഉറങ്ങാമല്ലോ എന്നും ദീപിക പറഞ്ഞു വെക്കുന്നുണ്ട്. വഖഫ് തട്ടിയെടുക്കുന്ന ഭൂമി അവകാശികൾക്ക് തിരിച്ചു കിട്ടാനുള്ള വകുപ്പ് ഭേദഗതിയിലുണ്ടെന്ന് BJP ഉറപ്പാക്കണമെന്നും മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. വഖഫ് ബോർഡിന്റെ കീഴിൽ 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 1.2 ലക്ഷം കോടി രൂപ വില വരുന്ന 8.7 ലക്ഷം സ്വത്തുക്കളുണ്ട്. അതിൽ മുനമ്പത്തേതുപോലെ കൈവശപ്പെടുത്തിയവ ഒഴികെയുള്ളത് അഴിമതിയില്ലാതെ കൈകാര്യം ചെയ്താൽ മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾക്ക് മികച്ച സാമ്പത്തിക കെട്ടുറപ്പ് നൽകാം. ആ സ്വത്തുക്കളിൽ ബോർഡിലെ കൈകാര്യക്കാർ അന്യാധീനപ്പെടുത്താതെ എല്ലാം തിരിച്ചുപിടിക്കുന്നത് പോലെയല്ല, കാശു കൊടുത്ത് വാങ്ങി കരമടച്ചുകൊണ്ടിരിക്കുന്ന കിടപ്പാടവും മറ്റു വസ്തുക്കളും വഖഫ് കയ്യേറുന്നതെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.